ലോക്സഭാ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മുടെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ ഒരു മാറ്റവുമില്ലാതെ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് അങ്ങേയറ്റം ഹീനമായ വിദ്വേഷ മുസ്ലിം വിരോധ പരാമർശങ്ങൾ പ്രചരണത്തിൽ തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. അതിന് അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ടാവും, കാരണങ്ങളുണ്ടാവും. അത് ഇന്നും ആവർത്തിക്കുന്നൊരു സാഹചര്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അവസാനിപ്പിക്കും വിധത്തിലേക്കുള്ള കർശനമായ നടപടികൾ ഒന്നും നടത്തുന്നില്ല, ഇടപെടൽ നടത്തുന്നില്ല. വലിയ വിമർശനം മോദിയുടെ, പ്രധാനമന്ത്രിയുടെ നടപടിക്കെതിരെ പൊതുവിൽ ഉയരുന്നുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന ഒരു വാർത്താ അന്തരീക്ഷമാണ് വി ദ പീപ്പിൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇന്നത്തെ വാർത്തകളിലും ഏറ്റവും സജീവമായി നിറഞ്ഞു നിൽക്കുന്ന പ്രശ്നങ്ങൾ ഇതാണ്. അതുപോലെ NDA മുന്നണിയെ സംബന്ധിച്ച് അങ്ങേയറ്റം ദോഷം ചെയ്യുന്ന നിരവധി പ്രശ്നങ്ങൾ പലയിടത്തു നിന്നും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്ക് മുമ്പിലേക്ക് വരുന്നുണ്ട്, തീരാ തലവേദനകളായി. ഇതെല്ലാമാണ് വി ദ പീപ്പിളിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എനിക്കൊപ്പം നീലിമയുണ്ട്, ഷമി പ്രഭാകറുണ്ട്, മനു ഉണ്ട്. അപ്പോൾ വി ദ പീപ്പിളിലൂടെ ഇന്നത്തെ വാർത്തയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും സജീവമായ ഒരു വിഷയത്തെ നമ്മൾ അതിവേഗത്തിലൊന്ന് സഞ്ചരിച്ച് സംസാരിച്ചു വരുമ്പോൾ, നീലിമ, ഞാൻ ഈ പറഞ്ഞതുപോലെ മോദി എല്ലാ ദിവസവും ഇടവേളകളില്ലാതെ നിരന്തരം ചെയ്തു വരുന്ന ഒന്ന് വിദ്വേഷം പടർത്തുക, മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ടിരിക്കുക, കോൺഗ്രസിനെ ആ വിധത്തിൽ അതിനോടൊപ്പം ചേർത്തൊട്ടിച്ചു വെക്കുക, പാകിസ്ഥാനുമായി ബന്ധപ്പെടുത്തുക. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഗുജറാത്തിൽ ആ നിലയിലും കൂടിയാണ് ഒരു പരാമർശം. ഏതാണ്ട് 5 ഘട്ടം ഇനി കിടക്കുകയാണ് തെരഞ്ഞെടുപ്പ്. ഇതിങ്ങനെ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന നിലയിലേക്കുള്ളൊരു പ്രചാരണത്തിനാണോ മോദി, പ്രധാനമന്ത്രി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണോ? ഈ ശരത്ത്, ഒന്നാം ഘട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മോദി കാ ഗ്യാരണ്ടി എന്ന് പറയുന്ന വലിയ പ്രചണ്ഡ പ്രചാരണം നടത്തിയ ആ മുദ്രാവാക്യത്തിലൂടെയാണ് NDA BJP വോട്ട് സമാഹരിക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും മുസ്ലിം മതന്യൂനപക്ഷത്തെ ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് വളരെ കൃത്യമായി നടന്നത്. ഇപ്പോൾ പിലീഭിത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗുജറാത്തിലെ ആനന്ദിൽ വരെ എത്തി നിൽക്കുന്ന ഈ മുസ്ലിം വിദ്വേഷ പ്രചരണം സകല സീമകൾ ലംഘിച്ചുകൊണ്ടുള്ളതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ആദ്യം പിലീഭിത്തിൽ പറയുന്നത് മുസ്ലിം സമൂഹത്തിന് ഇവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ സ്വത്ത് മുഴുവൻ എടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്, ആ സമൂഹത്തിന് വിതരണം ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകും. അതുപോലെ താലിമാലയടക്കം, സഹോദരിമാരുടെയും അമ്മമാരുടെയും താലിമാലയടക്കം എക്സ്റേ എടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ ന്യൂനപക്ഷത്തിന് നൽകും. രണ്ടാമത്തെ പ്രചരണം എന്ന് പറയുന്നത് OBCയുടെയും SC/ST വിഭാഗത്തിൻ്റെയും ഒക്കെ സംവരണം എടുത്തു കളഞ്ഞുകൊണ്ട് ആ സംവരണം മുഴുവൻ മുസ്ലിം വിഭാഗത്തിന് കൈമാറാനുള്ള, അത്തരത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ആണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നടത്തുന്നത് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് കോൺഗ്രസിനെ പാകിസ്ഥാനുമായി ചേർത്തുകൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രി സംസാരിക്കുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ പ്രിയപ്പെട്ട ആളാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു വെക്കുന്നു. അങ്ങനെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ പറ്റാത്തതിൽ പാകിസ്ഥാന് വലിയ നിരാശയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. പറഞ്ഞതുപോലെ, അതായത് കോൺഗ്രസ് ഇവിടെ തകരുമ്പോൾ, ക്ഷീണിക്കുമ്പോൾ കരയുന്നത് പാകിസ്ഥാനാണ് എന്ന നിലയിലേക്ക്. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്നുള്ളതല്ല, പ്രതിപക്ഷ പാർട്ടികളെ ആകെ, ആ ഇന്ത്യ മുന്നണിയെ തന്നെ പേരെടുത്ത, പേര് പറയാതെ പോകുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ, അല്ലെങ്കിൽ BJP ഇപ്പോൾ പേര് പറഞ്ഞ് ഇന്ത്യ മുന്നണിയെ തന്നെ ആക്രമിക്കാൻ ഈ വിധത്തിലേക്ക് ഇതിനെല്ലാം രൂപപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ പദാവലികൾ, ഈ പരാമർശങ്ങൾ കുറേ ദിവസങ്ങളായി, ആഴ്ചകളായി ഇപ്പോൾ രാജ്യത്തിൻ്റെ മുമ്പിലുണ്ട്, ലോകത്തിന് മുമ്പിലുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ വളരെ ശക്തമായി, ദേശീയ മാധ്യമങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന ആ ഒരു നിശബ്ദതയുണ്ടല്ലോ, അതിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് വളരെ ശക്തമായി ചെയ്യുന്നു. നവമാധ്യമങ്ങളിൽ വലിയ ചർച്ച സംഭവിക്കുന്നു. ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലത്തെ ഒരു കാരണം, ഇത് ലക്ഷ്യമെന്താണ് എന്നുള്ളതിലേക്കാണ്. ഇനി വരുന്ന ഘട്ടങ്ങളിൽ കുറേ കൂടി തീവ്രമായി ഇത് കൊണ്ടുപോകും എന്നാണോ ഷമ്മി വിചാരിക്കുന്നത്? ആദ്യഘട്ടത്തിൽ പോളിംഗിൽ ഉണ്ടായിട്ടുള്ള വലിയ കുറവ്, അതെ, സൗത്തിലും സംഭവിച്ചു, നോർത്തിലും സംഭവിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു തരം നിർമ്മമത, അല്ലെങ്കിൽ ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലായ്മ. അപ്പോൾ നരേന്ദ്രമോദിക്ക് ഇതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നടന്നിട്ടുള്ള അവിടുത്തെ മഹാവികാസ് അഘാഡിയുടെ വൻപിച്ച ഒരു പ്രകടനം, ജനങ്ങളുടെ ഒരു വലിയ പങ്കാളിത്തം. നമുക്കറിയാം മഹാരാഷ്ട്രയിൽ 2 or 3 കഷണങ്ങളൊക്കെ ആയി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് മഹാരാഷ്ട്രയിൽ. അവിടെ പോലും വലിയ തോതിലുള്ള ഇത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് തമിഴ്നാട്ടിൽ, മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരു വലിയ മുന്നേറ്റം കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളെ പരമാവധി ആ രീതിയിലേക്ക് ജനങ്ങളെ ഭിന്നിപ്പിക്കുക. അതിൽ പാകിസ്ഥാനെ പോലെ ഒരു അയൽ രാജ്യത്തിൻ്റെ പേരെടുത്ത് പ്രതിപക്ഷ കക്ഷികളെ വിമർശിക്കേണ്ടുന്ന ദയനീയാവസ്ഥയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരാൾ മാറുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു മൊറാലിറ്റിയും ഇല്ല, ഒരു ധാർമ്മികതയും ഇല്ല. ആരെക്കുറിച്ചും, എന്നെക്കുറിച്ചും, ശരത്തിനെക്കുറിച്ചും, നീലിമയെക്കുറിച്ചും വേണമെങ്കിലും എന്തും പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു എന്നുള്ളത് ഭീതിയിൽ നിന്നാണ്
ഷമീബ് പറഞ്ഞില്ലേ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ചർച്ചയിൽ ശ്രീ കെ ജെ ജേക്കബ് പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു വാർഡ് മെമ്പർ പോലും പറയാൻ പാടില്ലാത്ത പറയാത്ത പരാമർശങ്ങളാണ് പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ രാജ്യത്തെ ജനവിഭാഗത്തിലെ 13% വരുന്ന ഒരു ജനവിഭാഗത്തെ ആകെ നുഴഞ്ഞുകയറ്റക്കാരാക്കുന്നു, അവരെ ഏറ്റവും അധിക്ഷേപകരമായി അവരോട് സംസാരിക്കുന്നു. നമ്മളത് ഓരോന്നും ആവർത്തിക്കുന്നത് തന്നെ തെറ്റായ കാര്യം. അപ്പോൾ നിയമപരമായി ക്രിമിനൽ കുറ്റം എന്ന നിലയിൽ കാണാവുന്ന, രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത, അതായത് ലോകത്ത് നോക്കിയാൽ ഇതിനു മുമ്പൊരു മാതൃകയുള്ളത് ട്രംപ് മാത്രമാണ്. ട്രംപിൻ്റെ മോഡലിലാണിപ്പോൾ ഏതാണ്ട് മോദി. അതെ, മൈ ഫ്രണ്ടാണ്. അതെ, ഇത്രമേൽ വംശീയ വിദ്വേഷം പടർത്തുന്ന ട്രംപിൻ്റെ നിലയിലേക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മോദി കൊണ്ടുപോകുന്നോ എന്ന നിലയിൽ ഒരു വലിയ ചോദ്യത്തിന് നടുവിലാണ് ഇന്നിപ്പോൾ രാജ്യം നിൽക്കുന്നത്. തീർച്ചയായും ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഇവർക്ക് ഭയങ്കര പേടിയാണ്. ഇവരോട് നേരെ നിന്നൊരു ചോദ്യം ചോദിച്ചാൽ, ഇവർക്കെതിരെ ഒരു ആരോപണം വന്നാൽ മറുപടി പറയാൻ ഇവർക്ക് പേടിയാണെന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ ജനത്തെ അഭിമുഖീകരിച്ച് മറുപടി പറയുന്നതിന് പകരം ഇങ്ങനെ ഭിന്നിപ്പിച്ചാൽ വളരെ എളുപ്പമാണ്. ഇപ്പോൾ സംഗതി ഇവർ വിചാരിക്കുന്നത് പോലല്ല. ആദ്യഘട്ടത്തിൽ 400 എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ 400-ലോട്ടൊന്നും പോകത്തില്ലെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഭിന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഞാൻ അതിൻ്റെ ഉദാഹരണം പറയും. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്, കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട വിവാദം. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായി വന്നത് സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ പടം മാറ്റിയിരിക്കുകയാണ്. ആരോഗ്യ മന്ത്രാലയം പറയുന്നത് പെരുമാറ്റച്ചട്ടം നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായി മാറ്റിയതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വസ്തുത അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പെരുമാറ്റച്ചട്ടം നിൽക്കുമ്പോൾ തന്നെയാണല്ലോ ഈ പറയുന്ന വിദ്വേഷ പ്രസംഗം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടിയോ? നോട്ടീസ് അയച്ചത് ആർക്കാണ്? JP നദ്ദയ്ക്കാണ്. പ്രധാനമന്ത്രി നടത്തിയ ഈ പരാമർശം നടത്തിയ നോട്ടീസ് കൊടുത്തത് JP നദ്ദയ്ക്ക്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വിവാദങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചുകൂടുക എന്നതാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ചിത്രം മാറ്റിയതുപോലെ നമ്മൾ അങ്ങനെ തന്നെ കാണേണ്ടി വരും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു പ്രധാനപ്പെട്ട വാചകമുണ്ട്, ബസ് ആക്സിഡന്റിൽ പെട്ടപ്പോൾ ഡ്രൈവർ ഇറങ്ങി ഓടിയെന്ന്. അതാണ് സംഭവിച്ചത്. കാരണം ഇത്രയും മനുഷ്യർക്ക് ഈ പറയുന്ന കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട വിഷയം നിൽക്കുന്നു. നാളെ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ പ്രധാനമന്ത്രി എന്ത് മറുപടി പറയും? താങ്കളുടെ ചിത്രം പതിച്ച സർട്ടിഫിക്കറ്റ് അല്ലേ ഞങ്ങൾക്ക് തന്നത് എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ബാധ്യസ്ഥനല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിലേക്ക് BJP പോകുന്നു എന്നതാണ് വസ്തുത. ഇപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയെക്കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ മനു പറഞ്ഞാൽ ഈ മാധ്യമങ്ങളൊക്കെ, ദേശീയ മാധ്യമ ഹിന്ദുവിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട വാർത്തയായത് വന്നു. കാരണം ഇതുപോലെ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നം, ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രശ്നം, അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ആ കമ്പനി തന്നെ, ആ മരുന്ന് കമ്പനി തന്നെ അഡ്മിറ്റ് ചെയ്ത് പറയുന്ന ഒരു പശ്ചാത്തലം. അപ്പോൾ അങ്ങനെ രാജ്യം ഇങ്ങനെ ഭയന്ന് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ആ വാക്സിൻ്റെ പേരിൽ ഒരു സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രിയുടെ പടം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉചിതമല്ല എന്ന് ന്യായീകരണം പലതുണ്ട്. പക്ഷേ സ്വാഭാവികമായി ഈ കാലത്തെ ഈ തീരുമാനം ആളുകൾ വലിയ തോതിൽ സംശയിക്കും. മനു നേരത്തെ പറഞ്ഞല്ലോ, പരിഭ്രാന്തി പിടിച്ചതിൻ്റെ ഒരു ലക്ഷണം ഈ കേന്ദ്ര യൂണിയൻ സർക്കാർ എടുത്തിരിക്കുന്ന വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നാളെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പ്രശ്നമുണ്ടായി നഷ്ടപരിഹാരത്തിന് സമീപിച്ചാൽ നടക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങൾ ആരെയും നിർബന്ധിച്ചെടുത്തതല്ല, നിങ്ങൾ സ്വമേധയാ ഈ രോഗത്തെ തടയാൻ വാക്സിൻ എടുത്താണ്, അതുകൊണ്ട് നഷ്ടപരിഹാരം കിട്ടാൻ വ്യവസ്ഥയില്ല എന്നതാണ് ഇന്ത്യയിലെ സാഹചര്യം. ലണ്ടനിൽ ഇപ്പോൾ 51 പേര് കേസ് പോയിരിക്കും. നമ്മുടെ ഇന്ത്യൻ പൈസ എടുത്താൽ 1000 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അവിടെ അത്തരം ഡിമാൻഡുകൾ ഇപ്പോൾ ബന്ധുക്കളിൽ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മരണകാരണം കോവിഷീൽഡ് കാരണം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സമാനമായ ഒട്ടേറെ സംഭവങ്ങൾ അന്നൊക്കെ ഈ ഹൃദയാഘാതം മൂലമൊക്കെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരം കേസുകളൊക്കെ ഇനി വലിയ പ്രശ്നങ്ങളായി കേന്ദ്ര സർക്കാർ ഈ ആരോഗ്യരംഗത്ത്, രാജ്യത്തിന്റെ ആരോഗ്യരംഗത്ത് വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു പ്രശ്നം, അത് കേന്ദ്ര സർക്കാരിനെ വല്ലാതെ പരിഭ്രാന്തരാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് പ്രശ്നം ചെന്ന് നിൽക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിലാണ്. ഈ ഇലക്ട്രൽ ബോണ്ടിലേക്ക് ആ കമ്പനി അടക്കം കൊടുത്തിട്ടുള്ള വലിയ 420 കോടി കൊടുത്തത്, ആ ഇലക്ട്രൽ ബോണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയായി മാറിയത് ഷമി. അത് സത്യത്തിൽ കേരളം കഴിഞ്ഞപ്പോൾ ഇലക്ട്രൽ ബോണ്ട് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തൊരു വലിയ ചർച്ചയായി മാറുന്നില്ല എന്നതുകൂടി. ഇന്ത്യ മുന്നണി പോലും ഫലപ്രദമായി അത് എടുത്തിട്ടില്ല. പക്ഷേ ഇത്തരം വിഷയങ്ങളിലൂടെ, ഇത്തരം പ്രശ്നങ്ങളിലൂടെ ഇലക്ട്രൽ ബോണ്ട് വീണ്ടും ജനങ്ങളുടെ മുമ്പിലേക്ക് വരിക കൂടിയല്ലേ? അത് ഒരു ഭാഗം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, BJPക്ക് ഭയങ്കരമായ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭയമുണ്ട്. ആ ഭയം ഇപ്പുറത്തെ ഇന്ത്യ സഖ്യത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. അപ്പം ഇതിനെ കൂടുതൽ തങ്ങൾക്ക് അനുകൂലമായി ബാലൻസ് ചെയ്യാനുള്ള ഒരു പരിശ്രമം ഈ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന്
ഭയങ്കരമായിട്ട് നടത്തുന്നുണ്ട്. മറ്റ് സംവിധാനങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ബാക്കി മുഴുവൻ സംവിധാനങ്ങൾ. ഇതിലിപ്പം ശരത്ത് ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, ഇതുവരെ ഈ ഗോദി മീഡിയ എന്ന് പറയുന്ന സംവിധാനം നരേന്ദ്രമോദിക്കെതിരായിട്ട് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ആജ് തക് അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിദ്വേഷ പരാമർശം, അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും ഒരു ഫാക്റ്റ് ചെക്കിങ് അവർ തുടങ്ങുകയും ഈ വിഷയങ്ങളെ സംബന്ധിച്ച യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒന്നോ രണ്ടോ മാധ്യമങ്ങളെങ്കിലും തയ്യാറാകുന്ന ഒരു കാഴ്ച നമ്മൾ വലിയ തോതിൽ അപ്പോൾ അതായത് ഇതിൻ്റെ അകത്ത് നേരത്തെ പുറത്തു വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ആജ് തക് ഒരു സർവേ നടത്തിയിരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് വെളി വന്നിരുന്നു. അത് NDA സഖ്യത്തിനെതിരായിരുന്നു. പക്ഷെ അത് ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് അവർ പ്രസ്താവന ഇറക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നിരുന്നു. അപ്പം പല ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത് അതായിരുന്നു യഥാർത്ഥ സർവേ എന്നുള്ള നിലയിലേക്ക്. യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ വരുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസിന്റെ പിൻ പോയിന്റ് ചെയ്തിട്ടാണല്ലോ ഇത്തരത്തിൽ ഈ മുസ്ലിം വർഗീയതയുമായി കൂട്ടിക്കെട്ടിയൊക്കെ ഇത്തരത്തിൽ വലിയ വർഗീയ വിദ്വേഷ പ്രചരണം നടക്കുന്നത്. പക്ഷേ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു? കോൺഗ്രസ് ഒരു അക്ഷരം ഇക്കാര്യത്തിൽ പറയുന്നില്ല, വളരെ ശ്രദ്ധേയമല്ലേ. അമേഠിയിൽ രാഹുൽ മത്സരിക്കുമോ? അമേഠിയിൽ ഒരു തരത്തിലും സാധ്യതയില്ലെന്നല്ലേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് റായ്ബറേലിയിൽ വേണമെങ്കിൽ ഞാൻ പോയി മത്സരിക്കാം. KL ശർമ്മ അങ്ങനെ പറയുന്ന, എനിക്ക് തോന്നുന്നു KL ശർമ്മയാണെന്ന് തോന്നുന്നു. KL ശർമ്മയെ പോലെ അമേഠിയിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിക്കും. ഒരുപക്ഷെ തലമുറകളായി അവരുടെ കയ്യിലിരുന്ന 2 സീറ്റുകൾ, ആ 2 സീറ്റുകൾ ഒന്ന് അമേഠി തോറ്റു കഴിഞ്ഞു. റായ്ബറേലി ആ ഘട്ടത്തിലോ വക്കിലോ നിൽക്കുന്നൊരവസ്ഥ. ഈ 2 മണ്ഡലങ്ങൾ, ഈ ഇന്ത്യ മഹാരാജ്യത്തെ പതിറ്റാണ്ടുകളായി അവർക്കൊപ്പമുള്ള 2 മണ്ഡലങ്ങൾ സംരക്ഷിക്കാൻ കഴിയും വിധം സുപ്രധാന തീരുമാനങ്ങൾ ആർജവത്തോടെ സമയത്തെടുക്കാൻ കഴിയാതെ നാളെ നോമിനേഷൻ അവസാനിക്കുകയാണ്. നാളെ സ്ഥാനാർത്ഥി വന്ന് നോമിനേഷൻ കൊടുക്കേണ്ട അവസരം ദിവസം. ഇന്നിപ്പോൾ രാത്രി വൈകി എന്ത് തീരുമാനം വരുമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. മനു എന്താ പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമെന്നൊരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമേഠിയിൽ നെഹ്റു കുടുംബത്തിന്റെ അടുപ്പക്കാരനായ വാർത്തയിലൊക്കെ കാണുന്നത്. അതെ, നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ ഏറ്റവും ക്രൂഷ്യൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വളരെ ആത്മവിശ്വാസത്തോടെ കോൺഗ്രസ് ചെല്ലേണ്ട ഒരു സമയമാണ് നോർത്ത് ഇന്ത്യയിൽ. എത്രയോ നേരത്തെ, അതായത് പറഞ്ഞത് നോമിനേഷൻ തീരുമാനിക്കുന്നതിന്റെ അതേ അവസാന മണിക്കൂറുകളിൽ പോയി ഓടിപ്പിടിച്ചൊരു നോമിനേഷൻ കൊടുക്കേണ്ട ആളാണോ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി? ആ അവസ്ഥയിലാണോ കോൺഗ്രസ്? ആത്മവിശ്വാസത്തോടെ നേരത്തെ പ്രഖ്യാപിച്ച് ഗ്രാൻഡ് ലോഞ്ച് നടത്തി ആ മണ്ഡലം ഏറ്റെടുക്കുകയല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത് എന്നുള്ളതാണ്. അത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അത് ചെയ്യാനുള്ള ആർജവമോ ആത്മവിശ്വാസമോ കോൺഗ്രസ് എത്രയോ മാസമായി രാഹുലിനെ വെല്ലുവിളിക്കുകയാണ്. രാഹുൽ വയനാട്ടിൽ വന്ന് രാഹുലിനെ വെല്ലുവിളിക്കുന്ന അവസ്ഥയായി. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അമേഠിയിൽ വന്ന് മത്സരിക്കൂ. നിങ്ങളുടെ കൈവെള്ളയിൽ നിങ്ങൾ എത്രയോ കാലം കൊണ്ടു നടന്ന മണ്ഡലമാണ്. സ്മൃതി ഇറാനി വലിയ വെല്ലുവിളി, അതായത് രാഹുൽ ഗാന്ധി അങ്ങേയറ്റം അപഹസിക്കുന്ന രീതിയിൽ വരെ സ്മൃതി ഇറാനി സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു ആത്മാഭിമാനത്തിൻ്റെ ഒരു കണികയുണ്ടെങ്കിൽ ഇതുപോലൊരു ദേശീയ നേതാവ് ഇത്തരം വെല്ലുവിളികളെ സ്വമേധയെ ഏറ്റെടുക്കണ്ടേ? അമേഠിയിൽ മത്സരിക്കണ്ടേ? തോൽക്കുന്നെങ്കിൽ തോൽക്കട്ടെ. ഇന്നിപ്പോ അദ്ദേഹം പ്രചരണ രംഗത്തുള്ളത് കർണാടകയിലോ മറ്റുമാണ്. നാളെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പൂനെയിലാണ്. ഇതിനിടയിൽ എങ്ങനെ നോമിനേഷൻ? വേറെ ഒരു ക്വാർട്ടേഴ്സിൽ നിന്ന് വേറെ ഒരു തലത്തിൽ നിന്ന് ഒരു പെർമിഷൻ കിട്ടിയിട്ട് രാഹുലിന് തീരുമാനം എടുക്കുന്നത് പോലെ തോന്നുന്നില്ല ചിലപ്പോഴൊക്കെ. അതായത് രാഹുലിന്റെ ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനം, അദ്ദേഹം തീരുമാനമെടുക്കുന്നു, അത് പൊളിറ്റിക്കൽ അല്ല എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ അല്ല, ഖാർഗെ അത് ഏറ്റു പറയുന്ന ഒരു സാഹചര്യം, അതിലപ്പുറം ഒന്നുമില്ല. കോൺഗ്രസിനെ കുറിച്ച് ഇത് സംസാരിക്കേണ്ടി വരുന്നത്, ചിന്തിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ നേതാവ് നടത്തുന്ന അങ്ങേയറ്റം ഹീനമായിട്ടുള്ള, അപലപനീയമായിട്ടുള്ള മുസ്ലിം വിരോധത്തിൻ്റെ തുടർച്ചയായ, അത് തീവ്ര ഹിന്ദുത്വ കാർഡിറക്കിയാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതിൽ നിന്നുള്ള നല്ല തിരിച്ചറിവാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. അത് കൃത്യമായി ആളുകൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. മനു, അവിടെ ഈ വിഷയത്തിൽ ഈ പ്രശ്നത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സിന് നട്ടെല്ല് നിവർത്തി നിന്ന് മോദിയുടെ ഈ പറഞ്ഞ മുസ്ലിം വിരോധത്തിനെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവൂ? കോൺഗ്രസ് പാർട്ടിക്ക് ഞാൻ ആകെ കണ്ടത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു പ്രതികരണം വന്നിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത് മുസ്ലിംസ് അല്ല, ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും ഞങ്ങളുടെ വോട്ട് ബാങ്കാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർമാരാണ്? രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയാണല്ലോ. അവരൊരു അക്ഷരം മിണ്ടില്ല. കാരണം മിണ്ടാൻ അവർക്ക് പറ്റില്ല. അങ്ങനെ മിണ്ടാനുള്ള ഒരു ആർജവോ ആത്മവിശ്വാസം അവർക്ക്, ഒരു രാഷ്ട്രീയ പക്വത ഉണ്ടായിരുന്നെങ്കിൽ വയനാട്ടിൽ വന്ന് ഈ മത്സരം കാഴ്ചവെക്കില്ലായിരുന്നു. എന്തെങ്കിലും സാധ്യത ഉണ്ടാകും. ഞാൻ പറയുന്നത് പ്രിയങ്ക ഗാന്ധി എറണാകുളത്തോടെ മത്സരിച്ചുണ്ട്. അത് നടക്കാതെ പോകുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ വരേണ്ടതാണ്. പക്ഷേ
അവർ മിണ്ടത്തില്ല. ആ മിണ്ടാതിരിക്കുന്ന കോൺഗ്രസ് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഉത്തർപ്രദേശിൽ വലിയ തോതിലൊരു എതിർപ്പ് രൂപപ്പെട്ടു വരുന്നുണ്ട്. അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, പടിഞ്ഞാറൻ യു പിയിൽ ഒരു വലിയ കൊടുങ്കാറ്റ് രൂപപ്പെടുകയാണ്. ആ കൊടുങ്കാറ്റ് ഇന്ത്യ മുഴുവൻ ആഞ്ഞടിക്കുമെന്നാണ് പറയുന്നത്. അത് വെറുതെ പറഞ്ഞതല്ല, കർഷകരുടെ രോഷം വളരെ ശക്തമായി ഇവർക്ക് നേരെ ഉയർന്നു വരികയാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മളൊന്ന് ശ്രദ്ധിക്കൂ. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, കോൺഗ്രസ് നമ്മൾ പക്ഷേ മുൻ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ യു പി തെരഞ്ഞെടുപ്പിലേക്ക് പോയി, വലിയ കർഷക സമരത്തിന് ശേഷവും യു പി തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ BJP അധികാരത്തിലേക്ക് വരുന്നൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഈ പടിഞ്ഞാറൻ യു പിയിൽ അടക്കം അത് ഏശാതെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നാൽ ഈ പാർട്ടികൾ, ഇപ്പോൾ ബീഹാറിലേക്ക് പോയാൽ തേജസ്വി, ഇവിടെ അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ ഒക്കെ പ്രചരണ രംഗത്ത് കുറെ കൂടി ശക്തമായി അവർ മുന്നോട്ട് കൊണ്ടുപോയ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ജാതി സർവേയാണ്. ജാതി സർവേ, ജാതി സെൻസസ് എന്നുള്ളത് വളരെ ശക്തമായി ഉന്നയിക്കുന്നു. അതിനോടുള്ള മോദിയുടെ എതിർപ്പ് അത് വളരെ ഗൗരവമായ നിലയിൽ BJP കഴിഞ്ഞ കുറേ നാളുകളായി 2014 മുതൽ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും, പ്രത്യേകിച്ച് പിന്നോക്കക്കാരെ, ദളിത് വിഭാഗങ്ങളെയൊക്കെ ഏകോപിപ്പിച്ച് മുന്നോട്ട്, ആ പിന്നോക്ക വിഭാഗങ്ങളിൽ വലിയ ആശങ്ക, മോദിയുടെ എതിർപ്പ്, പ്രധാനമന്ത്രിയുടെ എതിർപ്പ്, BJPയുടെ എതിർപ്പ്, ഈ ജാതി സർവേക്കെതിരെ. പക്ഷേ ഈ പാർട്ടികൾ വളരെ ശക്തമായി എതിർ നിൽക്കുകയാണ്. അത് വന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഒരു തേർഡ് റൗണ്ടിലേക്ക്, തേർഡ് ഫേസിലേക്കൊക്കെ വന്നപ്പോഴേക്ക് അതിതീവ്രമായിട്ടുള്ള മുസ്ലിം വർഗീയതയാണ്, സെൻസസിനെതിരെയാണ് ഇപ്പോൾ ഈ മുസ്ലിം വിരുദ്ധ കാർഡ് ഇറക്കിയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ കർഷക സമരത്തിൻ്റെ ഒരു വലിയ സ്പിരിറ്റിൽ നിന്നുകൊണ്ട് യു പിയിൽ അഖിലേഷ് യാദവിന് ഇത്തവണ അത് യേശും എന്ന് പറയാൻ ഷമ്മി കാരണമാകുന്ന ഒരു പ്രധാന കാരണം ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ സംഭവിച്ചിട്ടുള്ള BJP രാഷ്ട്രീയത്തോടുള്ള ഒരു സംശയം ജനിപ്പിക്കാൻ നിഴലിച്ചിട്ടുണ്ട്. അത് BJP മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം BJP ഏറ്റവും അധികം അസ്വസ്ഥമായത് അമിത്ഷാ ഈ സംവരണം എടുത്തു കളയും എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഒരു ഫേക്ക് വീഡിയോ ഇറക്കി എന്ന് പറഞ്ഞിട്ട് അതിന് ഭയങ്കരമായ ആക്ഷൻ ഇന്ത്യ ആകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് അറസ്റ്റ് ചെയ്യുന്നു. ഇവൻ രേവന്ത് റെഡ്ഡിക്ക് പോലും അവർ നോട്ടീസ് ചെയ്യുന്നു. അപ്പോൾ ഈ സംവരണം എന്ന് പറയുന്നതിനെ തൊട്ട് കളിച്ചു എന്നൊരു രീതിയിലേക്ക് BJPയെ മാറ്റാൻ ഫേക്ക് ആണെങ്കിൽ പോലും കോൺഗ്രസിനും ഈ കക്ഷികൾക്കും കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ അകത്ത് ഇവർ ഈ മുസ്ലിം സംവരണം എടുത്ത് ഇതിൻ്റെ അകത്ത് കയറ്റുന്നതിൻ്റെ ഒരു കാരണം ഈ ജാതി സെൻസസിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മുസ്ലിം സംവരണത്തെ ഇവർ ഉപയോഗപ്പെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ അത് പറയുമ്പോൾ തന്നെ കോൺഗ്രസ് ഒരു സ്റ്റാൻഡ് വ്യക്തമാക്കേണ്ട ഒരു ഘട്ടമുണ്ടായിരുന്നു. അതായത് ഒന്ന്, ഈ ചെറിയ സംഭവങ്ങൾ മുൻനിർത്തിയാണല്ലോ ഈ വലിയ വിവാദങ്ങൾക്ക് BJP തിരികൊളുത്തുന്ന ഒരു സാഹചര്യം. സാം പിത്രോഡയുടെ ഒരു ഇൻ്റർവ്യൂ ആണ് ആ സ്വത്ത് വിഭജനം സംബന്ധിച്ചുള്ള ഒരു ചർച്ചയിലേക്ക് വഴിതിരിച്ചു വരുന്നത്. അങ്ങനെയാണ് സംവരണത്തെ സംബന്ധിച്ചാണെങ്കിൽ കർണാടക ഗവൺമെൻറ് എടുത്ത ഒരു നിലപാടിൻ്റെ ഫലമായിട്ടാണ് അത്തരത്തിലൊരു വിവാദം ഉയർന്നു വന്നത്. അതായത് BJP ആരോപിക്കുന്നത് കർണാടകയിലെ OBC SC ST വിഭാഗത്തിന് അവകാശപ്പെട്ട ഈ സംവരണ ലിസ്റ്റിലേക്ക് മുസ്ലിം വിഭാഗത്തെയും കൊണ്ടുവന്നു, അത്തരത്തിലൊരു ലെജിസ്ലേഷൻ കർണാടക ഗവൺമെൻറ് കൊണ്ടുവന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംവരണം മുൻനിർത്തി മുസ്ലിം വിഭാഗത്തിനെതിരെ ഇത്ര വലിയ കടുത്ത ആക്ഷേപം അമിത്ഷായാലും മോദിയായാലും ഉന്നയിക്കുന്നത്. വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. കാരണം രാജ്യത്തെ എന്താണ് സംഭവിച്ചത് എന്ന് കർണാടകയിലെ നേതാക്കൾ പോലും, DK ശിവകുമാർ ഉൾപ്പെടെയുള്ള കർണാടകയിലെ നേതാക്കൾ പോലും രംഗത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്ര തീവ്രമായ രീതിയിൽ ഇത് കർണാടകയിൽ നിന്നല്ല, ദേശീയ തലത്തിൽ കോൺഗ്രസിന് കഴിയുന്നില്ല. ഖാർഗെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പോഴും പറയേണ്ട ആളുകളിൽ നിന്ന് പറയേണ്ട വിധത്തിൽ ഖാർഗെ ചെറുതാക്കി കാട്ടുകയില്ല. അദ്ദേഹം പല കാര്യങ്ങളിലും ഇവരെക്കാളൊക്കെ ഭേദവുമാണ്. പക്ഷേ ഈ നിലയിൽ ഒരു ലീഡർഷിപ്പിൻ്റെ ശക്തമായ വിശദീകരണങ്ങൾ വരാത്തതിൻ്റെ പ്രശ്നം ഇക്കാര്യത്തിലുണ്ട്. ഈ മുസ്ലിം സംവരണം യഥാർത്ഥത്തിൽ എവിടെയാണ്? പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണത്തിൻ്റെ ഭാഗമായി അവർക്ക് ലഭിക്കുന്ന സംവരണമാണ്. രാജ്യത്തിന് എത്രയോ സംസ്ഥാനങ്ങളിൽ, കേരളത്തിലടക്കം അല്ല, മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പിന്നോക്ക വിഭാഗങ്ങളിൽ. രജീന്ദ്ര സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എന്തിനാണ്? യഥാർത്ഥത്തിൽ രാജ്യത്തെ മുസ്ലിം വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ചില ഇടങ്ങളിലൊക്കെ ദളിത് വിഭാഗങ്ങളെക്കാൾ അതീവ പിന്നോക്കാവസ്ഥയാണ്. ഇത് കണ്ടെത്തിയിട്ടുള്ള ഒരു ശാസ്ത്രീയമായ പഠന റിപ്പോർട്ടുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ്. ആ റിപ്പോർട്ട് അവിടെ വെച്ചിട്ടാണ് അദ്ദേഹവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കൂടി ഇത്തരം ഒരു വലിയ പ്രചാരണം. ഇതിനെ ഏറ്റവും അധികം തെറ്റ് ചൂണ്ടിക്കാട്ടേണ്ട പാർട്ടി നീലിമോർമയിലെ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവിടെ മുമ്പ് CAയുടെ കാര്യത്തിൽ ഉറക്കമാണ്. അവരെ സംബന്ധിച്ച് അവരുടെ മറ്റൊരു ആശങ്ക അറിയുമോ? ഈ ഹിന്ദു വോട്ട് അവരുടെ കയ്യിൽ നിന്ന് പോകുന്നൊരു വലിയ ആശങ്ക അവരുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് സൈലൻസ്.
20% വരുന്ന ഈ മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ച് ഈ നിരന്തരമായി തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം പ്രധാനമന്ത്രിയും BJPയും അവരുടെ അസ്തിത്വത്തെയും അവരുടെ ആത്മാഭിമാനത്തെയും എല്ലാം ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവർക്ക് വേണ്ടി ഒന്ന് കൈപൊക്കുകയോ അവരെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഒന്ന് മുന്നിട്ട് ഇറങ്ങുകയോ ഒക്കെ ചെയ്യേണ്ടത് ഒരു ബാധ്യത കൂടി. അല്ല ഷമ്മി, വയനാട്ടിൽ നമ്മളത് കണ്ടതാണ്. വയനാട് ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ കോൺഗ്രസ് ഒരു മെസ്സേജ് കൊടുത്തു, ഞങ്ങളില്ല, ഞങ്ങൾ എങ്ങനെയും നിൽക്കുന്നിടത്ത് നിന്ന് മെച്ചപ്പെടാൻ നോക്കുകയുള്ളൂ, ഞങ്ങൾ കോർ ഇഷ്യൂവിൽ ഒരു പരിധി വിട്ട് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഈ ബീഹാറിനെയും ഉത്തർപ്രദേശിനെയൊക്കെ ബാധിക്കുന്ന മറ്റൊന്നു കൂടിയിട്ട് ഏറ്റവും ശക്തമായ പ്രചരണ രംഗത്ത് നിൽക്കുന്ന മറ്റൊന്ന് രൂക്ഷമായ തൊഴിലില്ലായ്മയാണ്. ആ തൊഴിലില്ലായ്മ അഖിലേഷ് യാദവൊക്കെ ഏറ്റവും ശക്തമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ സൈന്യം, സൈന്യത്തിലെ ജോലിയാണ് അവിടെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് സൈന്യമാണ്. രണ്ടാമത് ഇന്ത്യൻ റെയിൽവേയാണ്. ആ തൊഴിൽ, അതിൽ കരാർ തൊഴിൽ കൊണ്ടുവന്നു. കേവലം 4-5 വർഷം ജോലി ചെയ്ത് പണിയില്ലാതായി പോകുന്ന ഒരവസ്ഥ. മറ്റതങ്ങനെയല്ല, അതൊരു സാമൂഹ്യ പദവിയാണ്. 10-15 വർഷം ജോലി ചെയ്ത് തിരിച്ച് വിരമിച്ച് അത് ഉത്തരേന്ത്യൻ ജീവിതത്തിന് ആ നിലയിൽ അത് നഷ്ടപ്പെടുന്നു. അത് ഏറ്റവും അധികം ആളുകൾക്ക് ബോധ്യപ്പെടുന്ന നിലയിൽ തൊഴിലില്ലായ്മ അതിരൂക്ഷമായ ചർച്ചയാണ്. അതുകൊണ്ടാണ് നവമാധ്യമങ്ങൾ ഇപ്പോൾ ഉത്തരേന്ത്യൻ യൂട്യൂബ് ചാനലുകളിൽ ദുർറാട്ടിയെ പോലെയുള്ള ആളുകളുടെ സോഷ്യൽ മീഡിയയിൽ അവർ നടത്തുന്ന ഇടപെടലുകൾക്കൊക്കെ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. മില്യൺ വ്യൂസാണ് ഈ എംപ്ലോയ്മെൻ്റ് ഇല്ലായ്മ, തൊഴിലില്ലായ്മയെക്കുറിച്ചൊക്കെയുള്ള വീഡിയോകൾക്ക് പൊതുവിൽ ലഭിക്കും. അത് പ്രചരണ രംഗത്ത് ഇപ്പോൾ തേജസ്വി എങ്ങനെയാണ് ചെയ്യുന്നത്? ബ്ലൂടൂത്ത് സ്പീക്കറുമായിട്ട് പോയിട്ട് സംസാരിക്കുകയാണ്. ബ്ലൂടൂത്ത് സ്പീക്കർ മോദി സംസാരിക്കും, എന്നിട്ട് അതിന് മോദി മുമ്പ് പറഞ്ഞത് ഇതിലൂടെ കേൾപ്പിക്കും, എന്നിട്ട് തേജസ്വി അതിന് മറുപടി പറയും. അഖിലേഷ് യാദവ് അടക്കമുള്ളവർ ഈ തൊഴിലില്ലായ്മ രാജ്യത്തത് അവരവരുടെ സംസ്ഥാനങ്ങളിൽ രൂക്ഷമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് യഥാർത്ഥത്തിൽ ഇന്നത്തെ പരിഭ്രാന്തരാക്കുന്നത് കൊണ്ടുകൂടിയാണ് ഈ മുസ്ലിം വിരോധത്തിലേക്ക്. അല്ല, ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി ആദ്യമായിട്ട് പറഞ്ഞില്ലേ, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ 5 പ്രധാനമന്ത്രിമാരുണ്ടാകുന്ന അധികാരത്തിൽ വന്നാൽ എന്ന പ്രയോഗത്തിലേക്ക് നരേന്ദ്രമോദി എത്തേണ്ടി വന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ കാണാൻ, മുന്നണി ഏറ്റവും അധികം പുച്ഛിച്ച അതിന്റെ രാഷ്ട്രീയമാണ്, ആ പേരിനെതിരെ വരെ കോടതിയിൽ പോയവരാണല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ കാണാതെ പോകരുത്. പ്രജ്വൽ രേവണ്ണ ഒരു വലിയ വിഷയമായിട്ട് മോദി സർക്കാരിന്റെ മുന്നിൽ നിൽക്കുകയാണ്. നാരീശക്തി മോദി ഗ്യാരണ്ടി ഇതാണോ ചോദിക്കുന്നത്? നമ്മളൊന്ന് ഓർത്ത് നോക്കണേ, 2976 വീഡിയോകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇയാൾ. 200 സ്ത്രീകൾ. അതിൽ കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിൽ വന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അതിനകത്തൊരു 68 വയസ്സുള്ള സ്ത്രീയുടെ വീഡിയോ ഉണ്ട്. അവർ പറയുന്നുണ്ട്, മോനെ, ഞാൻ നിന്റെ അച്ഛനും മുത്തശ്ശനും ഭക്ഷണം വെച്ച് വിളമ്പിയ ആളാണ്, എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്നത്. എന്നിട്ട് അവരുടെ പോലും വീഡിയോ നിർമ്മിക്കുന്ന ഈ രേവണ്ണയുടെ മകനെതിരെ എന്ത് നിലപാട് ഈ കേന്ദ്ര സർക്കാർ? ഹസനില് പ്രധാനമന്ത്രി തന്നെ പോയിരുന്നു. പറഞ്ഞെന്താണ്? പ്രജ്വലിന് വോട്ട് ചെയ്യുന്നത് എനിക്ക് വോട്ട് ചെയ്യുന്നത് പോലെ എന്നാണ് എനിക്ക് പാർലമെന്റിൽ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത്. എന്ന് പറയുന്നത് ഈ അശ്ലീല വീഡിയോകൾ അടങ്ങുന്ന പെൻഡ്രൈവുകൾ വളരെ കൃത്യമായി BJP നേതൃത്വത്തിന് അയച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം അവിടെ പൂഴ്ത്തി വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ പ്രജ്വാലിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നത്. മാത്രവുമല്ല, ഇന്ന് ഉയർന്നു വന്ന ബ്രിജ്ഭൂഷന്റെ കേസ് ഇതിന്റെ മറുഭാഗത്താണ്. അതായത് നാരീശക്തി എന്നുള്ളത് പ്രധാനമന്ത്രിയുടെയും BJPയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്. പക്ഷേ നാരീശക്തിയിൽ ഈ പറഞ്ഞ പ്രജ്വൽ രേവണ്ണ, ബ്രിജ്ഭൂഷൺ, ഇന്ത്യൻ കായിക രംഗത്തിന്റെ അപമാനകരമായ ഒരു സാഹചര്യത്തിന്, സാക്ഷി മാലിക്കിന്റെ ഒക്കെ ഒരു അനുഭവം, ഇപ്പൊ സീറ്റില്ല എന്ന നിലയിലേക്ക് കാപട്യവും നിറഞ്ഞ ഒരു ഭരണ സംവിധാനം ഈ നമ്മുടെ രാജ്യത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇന്നലെ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുൻപിൽ ഒരുപറ്റം വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയാണ്. അതായത് ഇവരുടെ മറ്റേ പ്രകടന പത്രികയ്ക്കെതിരായിട്ട്. അപ്പോൾ അവിടെ ആസ്തക്കിൻ്റെ റിപ്പോർട്ടർ അഷിതോഷ് ഘോഷ് എന്ന് പറയുന്ന ആൾ അവിടെ ചെന്നിട്ട് ഈ കുട്ടികളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ ബോർഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന്. നോ ടു അർബൻ നെക്സൽസ് എന്താണ് എന്നറിയാമോ? ഒന്നും അറിയില്ല. അവസാനം എന്താ, അവിടുത്തെ BJPയുടെ ഒരു നേതാവിന്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ അവരെടുത്ത് പറയാണ്, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാൻ നിങ്ങൾ കോൺഗ്രസ് ഓഫീസിന്റെ മുമ്പിൽ പോയിട്ട് ഈ പരിപാടി കാണിച്ചിട്ട് തിരിച്ചു വരികയാണെന്ന്. അല്ല, പലതരത്തിൽ പ്രചരണ രംഗത്തിൽ ഈ രൂപത്തിലൊക്കെ പലതരത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അതൊക്കെ നമുക്ക് ആ നിലയിൽ കാണാം, അതിനെ പ്രതിരോധിക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പിൽ എന്തു പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതും പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്നയാൾ. അങ്ങനെ മോദി നയിക്കുന്ന NDA, BJP നയിക്കുന്ന NDA യഥാർത്ഥത്തിൽ രാജ്യത്തെ ഏറ്റവും ഹീനമായിട്ടുള്ള, അപലപനീയമായിട്ടുള്ള മുസ്ലിം വിരോധം പറഞ്ഞ് അധിക്ഷേപിച്ച് ഒരു പ്രബല ന്യൂനപക്ഷ വിഭാഗത്തെ അധിക്ഷേപിച്ച് തുടർച്ചയായി
മുന്നോട്ട് പോകുന്ന സാഹചര്യം. ഇനി വരുന്ന 5 ഘട്ടങ്ങളിലും ഇത് കൂടുതൽ മാരകമായ തോതിൽ കാണാം എന്നുള്ള ഏതാണ്ടൊരു ശക്തവും വ്യക്തവുമായ ഒരു മെസ്സേജ് യഥാർത്ഥത്തിൽ തന്നുകൊണ്ടാണ് മോദി ഓരോ ദിവസവും പോകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ തികഞ്ഞ നിസ്സംഗതയോടെ വലിയ പിന്തുണ നൽകുന്നു എന്ന ഒരു അന്തരീക്ഷം രാജ്യത്ത് നിൽക്കുന്ന ഒരു പശ്ചാത്തലം. അങ്ങനെ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒരു വലിയ പ്രചാരണത്തിന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്നു എന്നതാണ് ഇന്നത്തേതടക്കം വന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതിനെതിരായ ഒരു പൊതുവികാരം ഓരോ സംസ്ഥാനത്തും രൂപപ്പെടുന്നുണ്ട്. അത് ആ നിലയിൽ വളരെ ശക്തമായ പ്രചരണ രംഗത്ത് പ്രതിഫലിക്കുന്നത് കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വി ദ പീപ്പിളിൽ ഞങ്ങൾ ഇത്രയും നേരം സംസാരിച്ചില്ലേ, രാജ്യത്തെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളടക്കം വളരെ ഗൗരവമായി വിഷയത്തെ സമീപിക്കുന്നില്ല എന്ന വലിയ വിമർശനം, മാധ്യമ വിമർശനം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്ന സാഹചര്യം ഉൾക്കൊണ്ടുകൂടിയാണ് ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം, പ്രാധാന്യം, അപകടം. അതേക്കുറിച്ചാണ് വി ദ പീപ്പിൾ ഇന്ന് നിങ്ങളുമായി സംസാരിച്ചത്. നമസ്കാരം.